ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഭയങ്കര വിയർപ്പ് നാറ്റം. ഇത് ഇന്നത്തെ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും വളരെ കോമൺ ആയിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന സമയത്തോ AC റൂമിനകത്ത് പോകുന്ന സമയത്തോ എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ എല്ലാം തന്നെ അമിതമായിട്ട് വിയർപ്പിൻ്റെ ദുർഗന്ധമുള്ളവർക്ക് ഈ പ്രശ്നം മറ്റുള്ളവരെ അറിയുമോ തിരിച്ചറിയുമോ എന്നുള്ളത് എപ്പോഴും കോൺഷ്യസ് ആയിക്കൊണ്ടേയിരിക്കും. ഇവർ ഇത് മറികടക്കുന്നതിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നന്നായിട്ട് കുളിച്ചിട്ട് പോകാം. ശരീരം മുഴുവൻ പൗഡർ ഇടുന്നവരുണ്ട്, സ്പ്രേ അടിക്കുന്നവരുണ്ട്, എപ്പോഴും ഡിയോഡറൻസ് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരക്കാർക്ക് പലപ്പോഴും വിയർത്ത് കഴിഞ്ഞിരുന്നാൽ ഈ ഒരു ദുർഗന്ധം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കോമൺ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നും ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡയറ്റിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം. നമ്മുടെ വിയർപ്പിന് അമിതമായി ദുർഗന്ധം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വിയർപ്പിൽ വളരുന്ന ചിലയിനം ബാക്ടീരിയകളാണ്. പെട്ടെന്ന് വിയർക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ വല്ലാണ്ട് പെറ്റുപെരുകുകയും ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന ഈ വല്ലാത്ത ഈ ഗന്ധം പുറത്തേക്ക് വിടുകയും ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ ഗന്ധമുണ്ടാക്കുന്നത്. മാത്രമല്ല, ചിലർക്ക് അവരുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടും ഈ ഒരു പ്രശ്നം വന്നു എന്ന് വരാം. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വ്യായാമമാണ്. അമിതമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് അമിതമായി വിയർപ്പുണ്ടാകുകയും ബാക്ടീരിയകൾ വല്ലാണ്ട് പെറ്റുപെരുകുകയും ചെയ്യും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അമിതമായിട്ട് മാനസിക പിരിമുറുക്കം, സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പെട്ടെന്ന് റിലീസാകുകയും ഈ കോർട്ടിസോൾ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പെട്ടെന്ന് ശരീരത്തിൽ ഈ ദുർഗന്ധം വല്ലാണ്ട് വർദ്ധിക്കുകയും ചെയ്തു എന്ന് വരാം. കൂടാതെ ചിലർക്ക് പാരമ്പര്യമായിട്ട് അമിതമായി വിയർപ്പും അതിന് ദുർഗന്ധം ഉണ്ടായി എന്ന് വരാം. അമിതവണ്ണമുള്ളവരിൽ വളരെ കോമൺ ആയിട്ട് ഈ വിയർപ്പിൻ്റെ പ്രശ്നം കാണുന്നു. ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ജലാംശമാണ് വരുന്നതെങ്കിലും ഈ വെള്ളത്തിനകത്ത് കൂടുതൽ ലവണങ്ങൾ കാണപ്പെട്ടാലോ, അതായത് സോഡിയം പൊട്ടാസ്യം പോലുള്ള കൂടുതൽ ലവണങ്ങൾ കാണപ്പെട്ടാലോ ഇല്ലെങ്കിൽ കൂടുതലായിട്ട് കൊഴുപ്പിൻ്റെ സാന്നിധ്യം ശരീരത്തിലുണ്ടെങ്കിലോ ഇത് പെട്ടെന്ന് തന്നെ ഈ ബാക്ടീരിയകൾ പെറ്റുപെരുകുന്നതിനും അമിതമായിട്ട് ദുർഗന്ധം ഉണ്ടാകുന്നതിനും കാരണമാകും. നിങ്ങളെ ബാധിക്കുന്ന ചിലയിനം രോഗങ്ങളും നിങ്ങൾക്ക് അമിതമായി വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാക്കിയെന്ന് വരാം. ഒന്ന് പ്രമേഹ രോഗമാണ്. രണ്ടാമത്തത് നിങ്ങൾക്കിപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ, സ്ട്രെസ് ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ വിയർപ്പിന് ദുർഗന്ധം ഉണ്ടായി എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഓവറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടായി എന്ന് വരാം. ഗൗട്ട്, അതായത് രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടിയിട്ടുണ്ടാകുന്ന ഒരുതരം ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ വരാം. കൂടാതെ വൃക്ക രോഗമുള്ളവർക്ക്, കരൾ രോഗമുള്ളവർക്കും അമിതമായിട്ട് അവരുടെ വിയർപ്പിന് ദുർഗന്ധം അനുഭവപ്പെട്ടെന്ന് വരാം. ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് സ്കിന്നിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ, സോറിയാസിസ് പോലുള്ള എക്സിമ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലും വിയർപ്പിന് അമിതമായി ദുർഗന്ധം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി പെട്ടെന്ന് വിയർപ്പിന് ദുർഗന്ധമുള്ള ടെൻഡൻസി ഉള്ളവർ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഫംഗ്ഷന് പോകുമ്പോൾ, അതേപോലെ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമിതമായി ദുർഗന്ധം വരാതിരിക്കാൻ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ, അതായത് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആകുന്ന, വരണ്ടു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പോകുന്നതിന് മുൻപ് സൾഫർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. സൾഫർ കണ്ടന്റ് ഉള്ളത് ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ളവ, ഉള്ളി പോലുള്ളവ നിങ്ങൾ അധികം കഴിക്കാതിരിക്കുക. നോർമലി നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ അമിതമായിട്ട് വിയർപ്പിൻ്റെ സാന്നിധ്യം വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തത്, വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക. കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് വിയർപ്പിന് മാത്രമല്ല നമ്മുടെ വായയിൽ നിന്നും അതേപോലെ മൂക്കിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് ഈ സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പിൻ്റെ ഗന്ധം ഉണ്ടായിക്കൊണ്ടിരിക്കും. വല്ലാത്ത ഒരു എരിഞ്ഞ ഒരു മണം ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് പലപ്പോഴും നിങ്ങളിപ്പോൾ AC റൂമിലൊക്കെ പോകുന്ന സമയത്ത് വല്ലാത്ത ഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കോഫി, ഉണക്കമീൻ, ഡ്രൈഡ് ഫിഷ് ഇവയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം ഇതും നിങ്ങളുടെ വിയർപ്പിന് അമിതമായി ദുർഗന്ധം ഉണ്ടാക്കിയെന്ന് വരാം. ചിലർക്ക് അമിതമായി ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ട്രൈമിഥൈലൈൻ അമനൂറിയ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ രക്തത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിച്ചിട്ട് നമ്മുടെ കുടലിനകത്ത് മീഥൈൻ എന്ന് പറയുന്ന ഒരു വാതകത്തിൻ്റെ, ഒരു ഗ്യാസിൻ്റെ, ഒരു കെമിക്കലിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കും. ഇവ ഓട്ടോമാറ്റിക്കലി നമ്മുടെ രക്തത്തിലേക്ക് വരികയും പലപ്പോഴും ഇത് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോയാലോ, ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോഴോ, വിയർപ്പിലൂടെ പുറത്തേക്ക് പോകുമ്പോഴോ മീനിൻ്റെ ഉളുമ്പുനാറ്റം പോലുള്ള രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമുണ്ടാകും. ഇത് മൂത്രത്തിൽ മാത്രമല്ല, സ്ത്രീകൾക്ക് അവരുടെ യോനി സ്രവത്തിലോ ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പിൻ്റെ ഭാഗങ്ങളിലോ എല്ലാം തന്നെ ഈ മീനിൻ്റേതായിട്ടുള്ള ഒരു ഉളുമ്പുനാറ്റം, നിങ്ങൾക്കറിയാമല്ലോ, മീന് ഒരല്പം അഴുകിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു നാറ്റം, ഇതിൻ്റെ ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നു വരാം. നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളെ ശരീരം ദഹിപ്പിക്കുമ്പോഴാണ് ഇത്തരക്കാരുടെ ശരീരത്തിൽ ഈ ഒരു ഗന്ധം വരുന്നത്. ഇത്തരത്തിൽ ഒരു മീനിൻ്റെ ഉളുമ്പുനാറ്റം ടെൻഡൻസി ഉള്ളവർ, ഇതിന് പറയുന്ന പേര് തന്നെ ഫിഷ് ഓർഡർ സിൻഡ്രോം എന്നാണ്. ഈ ഒരു അവസ്ഥ ഉള്ളവർക്ക്
ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ഒന്ന് പാലാണ്. പ്രത്യേകിച്ച് പശുവിൻ്റെ പാല് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കട്ടി കൂടിയ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ, മുട്ട, അതേപോലെ ഇറച്ചി, പ്രത്യേകിച്ച് ബീഫ് വർഗ്ഗങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഓർഗൻ മീറ്റ്, ഓർഗൻ കിഡ്നി, പ്രത്യേകിച്ച് കരൾ, നമ്മുടെ ബീഫിൻ്റെ എല്ലാം കരൾ, വൃക്കകൾ എന്നിവ ഓർഗൻ മീറ്റ് കഴിക്കുന്നതും ഒഴിവാക്കണം. കൂടാതെ ഇത്തരക്കാര് ബീൻസ്, കപ്പലണ്ടി, ഷെൽ ഫിഷുകൾ എന്നിവയുടെ ഉപയോഗവും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിതമായി വിയർപ്പ് ടെൻഡൻസി ഉള്ളവർക്ക് ഈ ഫിഷ് ഓർഡർ സിൻഡ്രോം ഇല്ലെങ്കിലും ബീഫിൻ്റെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു AC റൂമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ബീഫ്, പ്രത്യേകിച്ച് റെഡ് മീറ്റിൻ്റെ ഉപയോഗം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ, റെഡ് മീറ്റ് എന്ന് പറയുന്നത് ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് ഇത്തരത്തിലുള്ള ഇറച്ചി വിഭാഗങ്ങൾ കഴിച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ വിയർപ്പിന് ഗന്ധമുണ്ടാകുകയും ഇത് മറ്റുള്ളവർ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ടെൻഡൻസി വരികയും ചെയ്യും. കൂടാതെ മദ്യത്തിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ അമിതമായി വിയർപ്പിൻ്റെ ഗന്ധമുള്ളവർ ഒഴിവാക്കണം. പ്രത്യേകിച്ച് മദ്യം കഴിച്ചിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ വിയർപ്പിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗന്ധം വരുന്നത് ഇത്തരക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അമിതമായി വിയർപ്പിന് ഗന്ധമുള്ളവർ ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. എങ്കിൽ നമുക്ക് ഈ അമിതമായിട്ട് സ്പ്രേയോ ഡിവോഡറൻസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വിയർപ്പിൻ്റെ ദുർഗന്ധം കൂടാതെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. പ്രത്യേകിച്ച് ദിവസം 3-3.5 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ വിയർപ്പിൻ്റെ ദുർഗന്ധം ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം വിയർപ്പിൻ്റെ ദുർഗന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.